അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ചർച്ചാ വിഷയം നല്ല ഒരു കൈയെഴുത്ത് മാസിക തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നല്ലൊരു കൈയെഴുത്ത് മാസിക തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ആദ്യം വേണ്ടത് ഒരു പത്രാധിപ സമിതി ഉണ്ടാക്കുകയാണ്. ഇവർ കിട്ടിയ സൃഷ്ടികൾ വിലയിരുത്തണം. ചേർക്കേണ്ടത് ചേർത്തും ഒഴിവാക്കേണ്ടത് വെട്ടിക്കളഞ്ഞും നന്നായി എഡിറ്റ് ചെയ്യണം. ഇതിന് അധ്യാപകരുടെ സഹായം തേടാം. പിന്നീട് ഓരോ മാറ്ററിനും എന്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാമെന്ന് ആലോചിക്കണം. അത് നിങ്ങൾക്കിടയിലെ ആർട്ടിസ്റ്റുകളെ ഏൽപ്പിക്കാം. രണ്ടാമതായി, മാസികക്ക് അർത്ഥവത്തായ പേര് കണ്ടെത്തണം. വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പേരായിരിക്കണം അത്. നല്ലൊരു മുഖചിത്രം കണ്ടെത്തണം. ഇത് പെയിൻറ് ചെയ്യുകയോ കൊളാഷ് ആയി തയ്യാറാക്കുകയോ ആവാം. ആകർഷകമായ മുഖചിത്രവും നല്ല പേരും നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ലേ ഔട്ടിലാണ്. വൃത്തിയുള്ള കൈയക്ഷരം കൈയെഴുത്തു മാസികക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നല്ല കൈയക്ഷരമുള്ളവരെ മാത്രം ഇത് ഏൽപ്പിക്കുക. വാക്കുകളുടെ നിശ്ചിത അകലവും ചിത്രങ്ങളുടെ സ്ഥാനവും നല്ല മാസികയുടെ ലക്ഷണങ്ങളാണ്. ആദ്യ പേജിൽ മധ്യത്തിലെ മാസികയുടെ പേര് ആവർത്തിക്കണം. അതിന് ചുവടെ അടിവരയിട്ട് പ്രസിദ്ധീകരിക്കുന്ന സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ മദ്രസിൻ്റെയോ അല്ലെങ്കിൽ ക്ലാസിൻ്റെയോ പേര് ചേർക്കാൻ മറക്കരുത്. പിന്നീട് വരുന്ന ആദ്യ പേജിൻ്റെ വലതുഭാഗത്ത് ഉള്ളടക്കം ചേർക്കണം. സൃഷ്ടികളുടെ പേര്, എഴുതിയ ആളുടെ പേര്, ക്ലാസ്, സൃഷ്ടിയുടെ പേജ് നമ്പർ എന്നിവ എഴുതണം. ഉള്ളടക്കത്തിൻ്റെ പേജിൻ്റെ ഇടതുഭാഗത്തായുള്ള പേജ് മാഗസിൻ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്ത കൂട്ടുകാരുടെ പേര് വിവരങ്ങളടങ്ങുന്നതാണ്. ഇതിന് പത്രാധിപ സമിതി എന്ന് നാമകരണം ചെയ്യണം. എഡിറ്ററുടെയും മറ്റുള്ളവരുടെയും പേരുകൾ ഇവിടെ നൽകാം. പേജുകളിൽ തുടർച്ചയായി കഥയോ കവിതയോ ലേഖനമോ പാടില്ല. വ്യത്യസ്ത വിഭവങ്ങൾ ഇടകലർത്തി കൊടുക്കണം. കാർട്ടൂണുകളും ചിത്രങ്ങളും വിദ്യാർത്ഥികളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ക്വിസും പുറത്തന്നെ പുത്തൻ അറിവുകളും ചേർക്കാം. പ്രമുഖന്മാരുമായുള്ള അഭിമുഖങ്ങളും ചേർക്കാം. പേജുകളിലുള്ള അക്ഷരങ്ങൾ കുത്തി നിറച്ചു പോലുള്ള അവസ്ഥ പാടില്ല ഒരിക്കലും. മാസികയുടെ അവസാന പേജിൽ സൃഷ്ടികൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു അവലോകനക്കുറിപ്പ് നൽകാം കേട്ടോ. മാസിക പുറത്തിറക്കാൻ സഹായിച്ച അധ്യാപകരുടെ പേര് എഴുതി ചേർത്ത ശേഷം അവർക്ക് നന്ദി രേഖപ്പെടുത്തണം. പിന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഭംഗിയാർന്ന കൈയെഴുത്ത് മാസികകൾ സ്കൂളുകളോ മദ്രസയിലോ ക്ലാസ്സിലോ അതൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. പിന്നെ ഇക്കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന്, മാസിക ഏത് സൈസിൽ വേണമെന്ന് ആദ്യമേ തീരുമാനിക്കണം. പുറം ചട്ടക്ക് കട്ടിയുള്ള പേപ്പർ ഉപയോഗിക്കണം. ഉൾപേജുകൾക്ക് മഷി പരക്കാത്ത നല്ല വെള്ളക്കടലാസ് തിരഞ്ഞെടുക്കണം. എഴുതാൻ മൈക്രോടിപ്പ് പേന, റോട്ടറിംഗ് പേന എന്നിവ ഉപയോഗിക്കുക. കവർ അടക്കം പേജുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നടുവിൽ തുന്നുന്നതാണ് നല്ലത്. ഇങ്ങനെ തുന്നിക്കഴിഞ്ഞ മാസിക പ്രസ്സിൽ കൊടുത്ത് അതിൻ്റെ വശങ്ങൾ വൃത്തിയായി കട്ട് ചെയ്താനും ശ്രദ്ധിക്കണം. പേജ് തുന്നുമ്പോൾ വശങ്ങൾ കട്ട് ചെയ്യുമ്പോഴും മാറ്ററിനെ ബാധിക്കാത്ത വിധത്തിൽ പേജിൻ്റെ 4 വശങ്ങളിലും സ്ഥലം ഒഴിച്ചിടണം. പിന്നെ മാർജിൻ ഇട്ടാൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാം നല്ലൊരു കൈയെഴുത്ത് മാസിക തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.